തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ വൈദ്യുതി ബോർഡ് കരാർ ജീവനക്കാർ ഷോക്കേറ്റ് മരിച്ചു. കലൈമാമണിയാണ് മരിച്ചത്. വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നതിന് ദൃശ്യങ്ങളും ഇപ്പോൾ 24 ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി റഹീസ്, ഇത് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്കത് അധിക നേരം അത് ഈ രീതിയിൽ കണ്ടു നിൽക്കാനും കഴിയുന്നതല്ല. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ കരാർ ജീവനക്കാരനാണ് മരിച്ചിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ ലൈനിൽ പണികൾ നടക്കുമ്പോൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടു നിൽക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണ്. കാരണം ഒരു ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലിരുന്ന് വൈദ്യുതാഘാതമേറ്റൊരു ജീവൻ അങ്ങനെ പൊലിഞ്ഞു പോകുന്ന കാഴ്ച അത് തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തിരുച്ചിറപ്പള്ളി KK നഗറിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. KK നഗറിൽ ഈ പോസ്റ്റുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഈ 2 കരാർ ജീവനക്കാരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരിച്ചത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കലൈമാമണി എന്ന യുവാവ് കരാർ ജീവനക്കാരൻ, ഇലക്ട്രിസിറ്റി ബോർഡിലെ കരാർ ജീവനക്കാരനാണ്. അദ്ദേഹം ഇലക്ട്രിസിറ്റി പോസ്റ്റിന് മുകളിൽ നിന്ന് ഈ ഷോക്കേറ്റുകൊണ്ട് മരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ടോട് കൂടി തുടങ്ങിയ ഒരു പണിയായിരുന്നു. ശേഷം ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധമാകെ വിച്ഛേദിച്ചുകൊണ്ട് പണികൾ പുരോഗമിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ ഏത് ഘട്ടത്തിലാണ് ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. വിഷയത്തിൽ എന്തായാലും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു പ്രത്യേക അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം പോലീസും അന്വേഷിക്കുന്നുണ്ട് ഏത് ഘട്ടത്തിൽ ഏത് ഇടത്തു നിന്നാണ് ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചത് എന്ന അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം എന്നാൽ ഇദ്ദേഹം ഒരു കരാർ ജീവനക്കാരനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങളോ മറ്റുമൊക്കെ കുടുംബത്തിന് ലഭിക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് 2 ചെറിയ കുട്ടികളുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. അത്യന്തം ദാരുണമായ ഒരു സംഭവം, അതിൻ്റെ ദൃശ്യങ്ങളാണ്. വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. പ്രജിൻ, റഹീസ്, 2 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ടോ അവിടെ? അതെ, തീർച്ചയായിട്ടും 2 പേരുടെ മരണം സംഭവിച്ചു. 2 പേർ മരിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ ആളുടെ പേര് വിവരം ഇപ്പോൾ കൃത്യമായും ലഭിച്ചിട്ടില്ല. ഇയാൾ തൊട്ടടുത്തുള്ള പോസ്റ്റിൽ സമാന്തരമായി ഇതേ തരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കിയത്. ഈ പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് മാറ്റം ഒക്കെ നടന്നിരുന്നു. രാവിലെ മുതൽ തന്നെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ലൈൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് പണി നടത്തുന്ന രീതിയായിരുന്നു ഇന്നലെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ മുതൽ തന്നെ വൈദ്യുതി ഇല്ല. ശേഷം ഈ പോസ്റ്റ് മാറ്റുന്നതും ഒപ്പം തന്നെ കുറച്ച് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മഴയിലൊക്കെ ഇവിടെ കനത്ത നാശനഷ്ടം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ട്രിക് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം പോസ്റ്റിന് മുകളിലേക്ക് കയറുന്നു. ഇവർ 2 പേരും സമാന്തരമായി പണിയെടുക്കുന്നു. താഴെ ഇവരെ സഹായിക്കാൻ ആളുകളുണ്ടായിരുന്നു. പ്രദേശത്തെ നാട്ടുകാരും ഒക്കെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഷോക്ക് ഏൽക്കുന്നത്. ഇദ്ദേഹം ഈ പോസ്റ്റിൽ കയറിയതിനു ശേഷം ഏതാണ്ട് കുറച്ച് സമയത്തിന് ശേഷമാണ് ഈ അപകടമുണ്ടായത്. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും അറിയാതെ, ഈ വൈദ്യുതി വകുപ്പിലുള്ളവർ തന്നെയാകും എന്തായാലും ഇത്തരത്തിൽ ലൈൻ ഓൺ ചെയ്തിട്ടുണ്ടാവുക. ഈ ലൈൻ ഓൺ ചെയ്തത് അന്വേഷണത്തിൽ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് അവിടെ സംഭവിച്ചത്. എന്തായാലും അത് ഞെട്ടിക്കുന്നൊരു അപകടം തന്നെയാണ്. 2 പേരുടെ മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും റഹീസ് നൽകിയ വിവരം.